ജിബൂട്ടിയിൽ എത്തി രണ്ടാം ദിനം രാവിലെ തന്നെ ഒരു യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് ഞാൻ. തലസ്ഥാനമായ ജിബൂട്ടി സിറ്റിയിലൂടെയാണ് കാർ പോകുന്നത്. ഇന്നലെ അന്തിയുറങ്ങിയ ഈ നഗരത്തിലേക്ക് ഇന്ന് രാത്രി തിരികെ വരുന്നില്ല. മരുഭൂമിയിലെ ഒരു ഗ്രാമത്തിലായിരിക്കും ഇന്നത്തെ താമസം. കുറേയേറെ സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. ലേക്ക് അബ്ബെ, ലേക്ക് അസൽ, ആർത്ത ഹിൽ, ദിഖിൽ, ഗ്രാൻബറ, ഇങ്ങനെ പല പ്രദേശങ്ങൾ. കുറെ വെള്ളവും ഭക്ഷണവും വാങ്ങിക്കൊണ്ട് വേണം അവിടേക്ക് പോകാൻ. അതിനായി ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വണ്ടി വിടുകയാണ്. വലിയൊരു സൂപ്പർ മാർക്കറ്റായ കാസിനോയുടെ മുന്നിൽ എന്റെ സുഹൃത്ത് സുരേഷ് നായർ കാർ കൊണ്ടുചെന്ന് നിർത്തി. സുരേഷ് സാധനങ്ങൾ വാങ്ങാനായി സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് പോയി. കാറിനകത്ത് ഇദ്രിസും മമാക്കിയുമുണ്ട്. കുറെ നേരം കാത്തിരുന്നു. യാത്രാമധ്യേ അധികം പട്ടണങ്ങളില്ല. എല്ലാം വാങ്ങിക്കൊണ്ടു പോകണം. സുരേഷ് വാങ്ങിയ സാധനങ്ങളുമായി എത്തി. ഇത്തരത്തിലുള്ള വലിയ മാളുകൾ ജിബൂട്ടി സിറ്റിയിൽ 2-3 വിവിധ രാജ്യങ്ങളുടെ ജിബൂട്ടിയിലെ മിലിറ്ററി ബേസിലുള്ളവരുമൊക്കെ ഇത്തരം കേന്ദ്രങ്ങളിലാണ് സാധനങ്ങൾ വാങ്ങാനെത്തുക. പകൽ കഴിക്കാനുള്ള ഭക്ഷണം സുരേഷ് വാഹനത്തിൽ കരുതിയിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും അടക്കം കേരളീയ ഭക്ഷണം തന്നെയാണത്. സൂപ്പർ മാർക്കറ്റിൽ നിന്നും പ്രധാനമായും വാങ്ങിയിരിക്കുന്നത് വെള്ളമാണ്. മരുഭൂ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആവശ്യം വെള്ളമാണ്. കണ്ടുമുട്ടുന്ന ഗ്രാമീണരും ചോദിക്കുക വെള്ളമായിരിക്കും. ഇദ്രിസ് ഫ്രൂം വാങ്ങി വന്നു. അയാൾക്കും സുഹൃത്തിനുമുള്ള ഭക്ഷണമാണ്. വഴിമധ്യേ 1-2 മലയാളികളെ കൂടി ഞങ്ങൾക്ക് വാഹനത്തിൽ കയറ്റാനുണ്ട്. ജിബൂട്ടി എത്യോപ്യ ബോർഡറിലേക്കാണ് ഞങ്ങളുടെ യാത്ര. 200 കിലോമീറ്റർ പോകണം അവിടേക്ക്. അതിൽ ഏതാണ്ട് 80 കിലോമീറ്ററേ ഉള്ളൂ ഹൈവേ. ബാക്കി ദൂരം അത്രയും നിയതമായ വഴിയില്ലാത്ത മണലാരണ്യത്തിലൂടെ വേണം പോകാൻ. ഒട്ടേറെ ഗ്രാമങ്ങൾ അതിനിടെ പിന്നിടും. ഇതിവിടുത്തെ ഒരു സ്കൂളാണ്. ധാരാളം കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്കൂൾ. ഞായറാഴ്ചയായതിനാൽ പ്രവൃത്തി ദിവസമാണിന്ന്. ഇപ്പോൾ വാഹനത്തിൽ 2 മലയാളികൾ കൂടിയുണ്ട്, ബിനോയിയും ജോസിയും. ഞങ്ങൾ 6 പേരുണ്ട് ഈ ദീർഘയാത്രയിൽ. ജിബൂട്ടിക്കാരായ മമാക്കിയും ഇദ്രിസും പിൻസീറ്റിലുണ്ട്. വിജനമായ പ്രദേശങ്ങളിലൂടെ വിലയേറിയ ക്യാമറയും വാഹനവുമെല്ലാമായാണ് പോകുന്നത്. അതിനാലാണ് സുരേഷ് 2 മലയാളി സുഹൃത്തുക്കളെ കൂടി കൂടെ കൂട്ടിയത്. മറ്റേതോ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറിയെത്തിയ ദരിദ്രർ നഗരപ്രാന്തങ്ങളിൽ ഷെഡുകൾ ഉണ്ടാക്കി പാർക്കുന്നു. അല്പം ഭേദപ്പെട്ട സാമ്പത്തിക നിലയുള്ളവരുടെ വാസകേന്ദ്രങ്ങളുമുണ്ട്. വരണ്ട മണ്ണും ഉരുളൻ കല്ലുകളുമുള്ള പ്രകൃതി. ജിബൂട്ടിയിലെ ജനങ്ങളിൽ 60% കൊടും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും നൽകുന്ന സഹായങ്ങളാണ് അവർക്ക് ചെറിയ തോതിലെങ്കിലും ആശ്വാസമാകുന്നത്. പുരുഷന്മാർ ആശ്വാസം കണ്ടെത്തുന്നത് ഘാട്ട് എന്നും ചാട്ട് എന്നും അവർ വിളിക്കുന്ന ലഹരി ഇലയിലാണ്. കഞ്ചാവ് പോലൊരു ലഹരിയാണത്. കഞ്ചാവ് പുകയ്ക്കുകയാണെങ്കിൽ ഘാട്ട് ചവയ്ക്കുകയാണ് ചെയ്യുക. ഘാട്ട് ഇല ചുരുട്ടി വായിൽ തിരികെ വെച്ച് അവരങ്ങനെയിരിക്കും. യമനിലും വ്യാപകമായുള്ള പരിപാടിയാണത്. എന്തെങ്കിലും തൊഴിൽ ചെയ്ത് കിട്ടുന്ന തുച്ഛമായ കൂലിയുമായി പല പുരുഷന്മാരും നേരെ പോവുക ഘാട്ട് ശാലകളിലേക്കാണ്. ഘാട്ട് കവളിനുള്ളിലാക്കി മണിക്കൂറുകളോളം അവർ അവിടെ അങ്ങനെയിരിക്കും. പെണ്ണുങ്ങളും അത്തരം ഘാട്ട് ശാലകളിൽ എത്താറുണ്ട്. ജിബൂട്ടിയിലെ സ്ത്രീകളിൽ 10% ഘാട്ടിന്റെ ലഹരിക്ക് അടിമകളാണെന്നാണ് കണക്ക്. വേശ്യാവൃത്തിയാണ് ജിബൂട്ടിയിലെ, പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്തിലെ മറ്റൊരു സാമൂഹ്യ പ്രശ്നം. 10ഓളം രാജ്യങ്ങളുടെ മിലിറ്ററി ബേസുള്ള നാടാണ് ജിബൂട്ടി. അവിടെ നിന്നുള്ള സൈനികരാണ് റെഡ് ലൈറ്റ് ഏരിയകളിലെ പ്രധാന സന്ദർശകർ. കുറേ ദൂരം ചെന്നപ്പോഴേക്കും ചാറ്റൽ മഴ തുടങ്ങി. വലതുവശത്ത് WFPയുടെ ഒരു വലിയ സംഭരണശാല കാണാം. UN-ന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഭാഗമാണത്. ഇത്തരം ദരിദ്ര രാജ്യങ്ങളിൽ UN വലിയ തോതിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നുണ്ട്.
അവിടം കഴിയുന്നതോടെ ഇന്റർനാഷണൽ ഫ്രീ ട്രേഡ് സോൺ എന്നൊരു സോണിലേക്ക് എത്തുന്നു. ചൈന മുൻകൈയെടുത്തു നിർമ്മിച്ചിരിക്കുന്നതാണ്. പല വ്യവസായശാലകൾ 4800 ഹെക്ടർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് ജിബൂട്ടി ഇന്റർനാഷണൽ ഫ്രീ ട്രേഡ് സോൺ. ചൈന ഇത്തരം ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം വലിയ നിക്ഷേപങ്ങളാണ് നടത്തിവരുന്നത്. അങ്ങനെയാണ് അവർ തങ്ങളുടെ പക്ഷത്തേക്ക് ഇത്തരം രാജ്യങ്ങളെ ചേർത്തുകൊണ്ടിരിക്കുന്നതും. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് ഭാവിയിൽ ഇത് വലിയൊരു ഭീഷണിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തത്വത്തിൽ ജിബൂട്ടി പോർട്സ് ആൻഡ് ഫ്രീ സോൺ അതോറിറ്റിക്കാണ് ഈ ഫ്രീ സോണിന്റെ ചുമതല. എങ്കിലും ചൈനീസ് ഗവൺമെന്റിന്റെ ചൈന മെർച്ചന്റ് ഗ്രൂപ്പിനാണ് ഇതിന്റെ നിയന്ത്രണം. $3.5 ബില്യൺ ചെലവിലാണ് ഫ്രീ സോൺ പൂർത്തിയായി വരുന്നത്. നാഷണൽ ഹൈവേ 1 എന്ന പാതയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോകുന്നത്. എത്യോപ്യയുടെ അതിർത്തി വരെ നീണ്ടുകിടക്കുന്ന ഹൈവേ. ഇതാണ് ജിബൂട്ടിയുടെ ജീവനാഡി എന്ന് പറയാം. ഈ ഹൈവേ ഇല്ലെങ്കിൽ ജിബൂട്ടിയുടെ സാമ്പത്തിക രംഗം തകർന്നു പോകും. എത്യോപ്യയ്ക്കാകട്ടെ നിത്യോപയോഗ സാധനങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥ സംജാതമാവുകയും ചെയ്യും. എത്യോപ്യയിൽ നിന്നും ഒഴിഞ്ഞ വാഹനങ്ങൾ ജിബൂട്ടി സിറ്റിയിലേക്കും തുറമുഖത്തു നിന്നും ചരക്കു കയറ്റിയ വാഹനങ്ങൾ എത്യോപ്യയിലേക്കും നീങ്ങുന്നത് സ്ഥിരം കാഴ്ചയാണ്. ടാങ്കറുകളും കണ്ടെയ്നർ ട്രക്കുകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ. വർഷത്തിൽ എല്ലാ ദിവസവും ഈ പാതയിൽ ഇതുതന്നെയാണ് കാഴ്ച. ട്രക്കുകളുടെ ജാഥയെന്ന് വിശേഷിപ്പിക്കാം. ഇവയെ ഓവർടേക്ക് ചെയ്തു പോകലാണ് വലിയ പ്രശ്നം. ബസ്സോ കാറോ ഈ ഹൈവേയിലൂടെ കടന്നു പോകുന്നത് കാണുന്നില്ല. ട്രക്കുകൾ മാത്രം. 100 കണക്കിന് ചരക്ക് വാഹനങ്ങളാണ് ഓരോ ദിവസവും ഇതിലൂടെ കടന്നു പോകുന്നത്. ചുവന്ന മണ്ണിന്റെ മരുഭൂപ്രദേശങ്ങളിലേക്ക് എത്തുകയായി. ആ ചുവന്ന സമതലത്തിൽ കറുത്തുരുണ്ട ലാവാശിലകൾ നിരന്നുകിടക്കുന്നു. അതെടുത്തുകൊണ്ടുപോയി ചെത്തിമിനുക്കിയാണ് നഗരത്തിലെ കെട്ടിടങ്ങൾ പലതും പണിതിരിക്കുന്നത്. ലാവക്കല്ലിന്റെ ലെയർ മാറ്റിക്കഴിഞ്ഞ ഭാഗമാണ് ചുവന്ന നിറത്തിൽ കാണുന്നത്. അല്ലാത്തിടങ്ങളിൽ കറുത്ത പ്രതലമാണ്. നോക്കത്താ ദൂരം കറുത്ത ഉരുളൻ പാറകളുടെ കാഴ്ച. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകിപ്പടർന്ന പ്രതലമാണ്. പിന്നീട് എത്രയോ കാലം നീണ്ട ഭൗമപ്രവർത്തനങ്ങളുടെ ഫലമായാണ് ലാവപ്പാളി പൊട്ടിത്തകർന്ന് ഉരുളൻ കല്ലുകളായി മാറിയത്. അതിൽ നിന്നും അടുത്ത കാലത്ത് കല്ലുകളെടുത്ത് മാറ്റിയ ഭാഗം ചുവന്ന മണ്ണായി കാണപ്പെടുന്നു. ഒരു കൊച്ചു രാജ്യമാണ് ജിബൂട്ടി. ആകെ വിസ്തൃതി 23,000 ചതുരശ്ര കിലോമീറ്റർ മാത്രം. ഇവിടെ മരുഭൂമിയിലെ കൽക്കൂമ്പാരത്തിനിടയിലും മനുഷ്യവാസമുണ്ട്. പ്രകൃതിയോട് മല്ലടിച്ചു ജീവിക്കുന്നവരാകാം അവിടെയുള്ളത്. മുന്നിൽ നീങ്ങുന്ന ലോറികളെല്ലാം കയറ്റം കയറാനാവാതെ കിതയ്ക്കുകയാണ്. റോഡിന് 2 ട്രാക്കുകളേയുള്ളൂ എന്നതിനാൽ പിന്നാലെ എത്തുന്ന വാഹനങ്ങളെല്ലാം വലിയൊരു ക്യൂവിന്റെ ഭാഗമായി മാറും. ഞങ്ങളുടെ മുന്നിൽ നീങ്ങുന്ന ലാൻഡ് ക്രൂസർ വാഹനം ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നതാണ്. നാട്ടുകാർക്ക് ഇവിടെ അത്തരം കാറൊന്നുമില്ല. ആ കാറുകളിലെല്ലാം ടൂറിസ്റ്റുകളാണെന്ന് പിൻസീറ്റിലിരിക്കുന്ന ഇദ്രിസ് പറയുന്നുണ്ട്. ട്രക്കുകളിൽ ലോഡ് ചെയ്തിരിക്കുന്നത് മുഴുവൻ എത്യോപ്യയിലേക്കുള്ള ചരക്കുകളാണ്. അവിടെ നിന്നും വരുന്ന ഒഴിഞ്ഞ ട്രക്കുകൾ ഇടതുവശത്തുകൂടിയും കടന്നുപോകുന്നു. എത്യോപ്യ എന്ന 10 കോടി ജനസംഖ്യയുള്ള രാജ്യത്തേക്ക് സർവ്വസാധനങ്ങളും കൊണ്ടുപോകുന്നത് ഈ ഹൈവേയിലൂടെയാണ്. അങ്ങനെയുള്ള ഈ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ട ചരിത്രവുമുണ്ട്. 2019 ജനുവരിയിൽ എത്യോപ്യയിലെ കുറേ ആളുകൾ ചേർന്ന് റോഡ് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. എത്യോപ്യയിലെ വംശീയ കലാപങ്ങൾക്ക് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ടും പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ പ്രതിഷേധിച്ചുമായിരുന്നു ഹൈവേ ഉപരോധം. ഈ ഹൈവേയിലൂടെ ഇനി 85 കിലോമീറ്റർ പോയാൽ ദിഖിൽ എന്ന പട്ടണത്തിലെത്തും. ദിഖിലിൽ നിന്നും പിന്നീട് 100 കിലോമീറ്റർ ദൂരം പാതകളില്ലാത്ത മരുഭൂമിയിലൂടെ പോകണം. ഇപ്പോൾ വ്യാ എന്ന പട്ടണത്തിലേക്കാണ് എത്തുന്നത്. ജിബൂട്ടിയുടെ ആർത്ത റീജിയണിലെ ഒരു പട്ടണമാണ് വ്യാ. പട്ടണമെന്നൊക്കെ വിശേഷിപ്പിക്കുമെങ്കിലും ഇതാണ് ഇവിടുത്തെ കാഴ്ച.
തകരം മേഞ്ഞതും ഷീറ്റുകൾ കൊണ്ട് മറച്ചതുമായ കെട്ടിടങ്ങൾ. ഇവിടെ നിന്നുമാണ് ആർത്ത സുഖവാസ കേന്ദ്രത്തിലേക്ക് പാത തിരിയുന്നത്. പട്ടണത്തിന്റെ പ്രാന്തഭാഗങ്ങളിൽ ഇതുപോലെ ചേരിപ്രദേശങ്ങൾക്ക് സമാനമായ ഭാഗങ്ങളുമുണ്ട്. ആകെ 4000-ൽ താഴെയാണ് വ്യായിലെ ജനസംഖ്യ. അവരിൽ ഭൂരിഭാഗവും സൊമാലി വിഭാഗമായ ഇസയിൽ ഉൾപ്പെട്ടവരാണ്. ബജറ്റ് ട്രാവലേഴ്സിനും ആദ്യമായി വിദേശ ടൂറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ഇതാ സുവർണാവസരം. സഞ്ചാരം ഒരുക്കുന്ന തായ്ലൻഡ് ടൂർ. ബാങ്കോക്ക്, പട്ടയ, ടൈഗർ സൂ, കോറൽ ഐലൻഡ്, നൂങ് നൂച്ച് ഗാർഡൻസ്, മറൈൻ പാർക്ക്, സഫാരി വേൾഡ്, പുരാതന സിയം പട്ടണം, ഇന്ദിര മാർക്കറ്റ് തുടങ്ങിയ ഡെസ്റ്റിനേഷനുകൾ, പ്രശസ്തമായ അൽകാസർ ഷോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ബീച്ച് വിനോദങ്ങൾ, ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് യാത്ര എന്നിവയെല്ലാം ആസ്വദിക്കാം. ഫുഡ് സ്ട്രീറ്റുകളും നൈറ്റ് മാർക്കറ്റുകളും സന്ദർശിക്കാം. ത്രില്ലിംഗ് തായ്ലൻഡ്. തായ്ലൻഡിൽ 4 പകലും 3 രാത്രിയും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും സന്ദർശിക്കുക sanjaram.com. ഫോൺ 7591966600. വ്യാ കഴിഞ്ഞ് ഒരു കുന്നിറങ്ങി യാത്ര തുടരുകയാണ്. ഇവിടെ ചെറിയൊരു നദിയുണ്ട്. അമ്പൗളി എന്നാണ് അതിന്റെ പേര്. വറ്റി വരണ്ട് കിടക്കുകയാണ്. അമ്പൗളിയുടെ തീരത്ത് നേരത്തെ ഞങ്ങളുടെ മുൻപേ പോയിരുന്ന വാഹനങ്ങൾ നിർത്തിയിരിക്കുന്നു. സുരേഷ് ഞങ്ങളുടെ വാഹനവും അതിനടുത്ത് കൊണ്ടുചെന്ന് നിർത്തി. മമാക്കി വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി. ഇയാളാണ് ഈ യാത്രയിൽ എന്റെ ഗൈഡ്. ഒരു ചെറു ഗ്രാമമാണ്. അവിടെ നിന്നും ഏതാനും ആളുകൾ ടൂറിസ്റ്റുകൾ നിൽക്കുന്നത് കണ്ട് ഇറങ്ങി വന്നു. ജിബൂട്ടിയുടെ ഗ്രാമീണ ജീവിതം ഏറ്റവും ദുരിതമയമാണെന്ന് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നുണ്ട്. മരുഭൂമിയിൽ നിന്നെടുക്കുന്ന കല്ലുകെട്ടി തകരം മേഞ്ഞ വീട്. എപ്പോഴോ ടാങ്കറുകളിൽ എത്തുന്ന വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന വീപ്പകളാണ് മുന്നിൽ. വാഹനങ്ങളിൽ നിന്നിറങ്ങിയ ടൂറിസ്റ്റുകൾ തെല്ലൊരു വിശ്രമത്തിലാണ്. ഫ്രാൻസിൽ നിന്നുമാണ് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ജിബൂട്ടിയിലെത്തുന്നത്. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമെല്ലാം കുറഞ്ഞ തോതിൽ ആളുകൾ വരുന്നുണ്ട്. ഏഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വളരെ കുറച്ച് ടൂറിസ്റ്റുകളെ ജിബൂട്ടി സന്ദർശിക്കുന്നുള്ളൂ. ലേക്ക് അബ്ബെ എന്ന പ്രദേശത്തേക്ക് പോകുന്നവരാണ് ഈ ടൂറിസ്റ്റുകളിൽ ഏറെയും. ദിവസവും ഇത്തരത്തിലുള്ള 6-7 വാഹനങ്ങൾ ജിബൂട്ടി സിറ്റിയിൽ നിന്നും ടൂറിസ്റ്റുകളുമായി ലേക്ക് അബ്ബയിലേക്ക് പോകുന്നുണ്ട്. പാതയുടെ മറുഭാഗത്ത് ചെറിയ വീടുകൾ. ചിലത് കല്ലുകൊണ്ട് ഭിത്തിപ്പടുത്തതാണെങ്കിൽ മറ്റു ചിലത് പ്ലാസ്റ്റിക്കിന്റെ പടുത കൊണ്ട് മറച്ചുകെട്ടിയതാണ്. ഇതാണ് ഇവിടുത്തെ ഗ്രാമീണരുടെ വേഷവും രൂപവും. എന്തെങ്കിലും ചില്ലറ കിട്ടുമോ എന്നറിയാൻ വരുന്നവരാണ്. ടൂറിസ്റ്റുകളുടെ വാഹനങ്ങൾ വന്നു നിന്നാലുടനെ സ്ത്രീകൾ കാശിനായി കൈനീട്ടിക്കൊണ്ടുവരും. ഫോട്ടോ എടുക്കുന്ന ഒരാളുടെ നേരെ എറിയാൻ കല്ലെടുക്കുന്നു ഒരു സ്ത്രീ. ഞാനും അത്തരം ഭീഷണികൾ നേരിടുന്നുണ്ട്. എങ്കിലും അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധമാണ് ഈ ഷോട്ടുകളെല്ലാം എടുക്കുന്നത്. ഇസ ഗോത്രത്തിൽപ്പെട്ടവരാണ് ഇവർ. ഇസ ഗോത്രവും അഫാർ ഗോത്രവുമാണ് ഇവിടുത്തെ പ്രധാന വിഭാഗങ്ങൾ. ഗോത്രങ്ങൾ ഇടകലർന്നു ജീവിക്കാറില്ല. സൊമാലികളിൽ ഉൾപ്പെട്ട ഇസകളുടെ ഗ്രാമത്തിൽ ആ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉണ്ടാകൂ. അഫാറികൾ ആ ഗ്രാമത്തിലേക്ക് പോവുകയുമില്ല. ഏറെക്കാലമായി വംശീയമായ ശത്രുത നിലനിർത്തുന്നവരാണ് ഇസ അഫാർ ഗോത്രങ്ങൾ. രാജ്യത്തിന്റെ ഭരണത്തിലും സമൂഹത്തിലും ഇസകൾക്ക് പ്രാധാന്യം കൂടുന്നതിനെതിരെ 1990കളിൽ അഫാറികൾ കലാപം നടത്തിയിരുന്നു. രക്തരൂഷിതമായ വംശീയ സംഘടനകളാണ് അന്നുണ്ടായത്. ജിബൂട്ടിക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമുണ്ടായ ഏറ്റവും വലിയ ആഭ്യന്തര യുദ്ധമായിരുന്നു അത്. ജീവിത രീതിയിലും ആചാരങ്ങളിലുമെല്ലാം ഈ 2 ഗോത്രങ്ങളും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള പോലീസുകാരൻ ഇദ്രീസ് മറ്റു ഡ്രൈവർമാരുമായി കുശലം പറഞ്ഞങ്ങനെ നിൽക്കുന്നു.
ഇദ്രിസ് ആളൊരു രസികനാണ്. പോലീസുകാരനാണെങ്കിലും അതിന്റെ ഗൗരവമൊന്നുമില്ല. ഒരു തമാശക്കാരൻ. 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. 12 മക്കളുമുണ്ട്. ഇനിയൊരു വിവാഹം കഴിക്കുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വേണമെങ്കിൽ ആകാം, പക്ഷേ ഇപ്പോഴുള്ള ശമ്പളം കൊണ്ട് 3 ഭാര്യമാരെ പോറ്റാനാകില്ലെന്നായിരുന്നു മറുപടി. ഞങ്ങളുടെ ടീം ലീഡർ എന്ന നിലയിലാണ് ഇദ്രിസിന്റെ മട്ടും ഭാവവും. ചില ടൂറിസ്റ്റുകൾ ഗ്രാമീണ സ്ത്രീകൾക്കും കുട്ടികൾക്കും ചില്ലറത്തുട്ടുകൾ നൽകിയിട്ടുണ്ട്. ഞങ്ങളും കുറച്ചു പണം അവർക്ക് നൽകി. ഈ വാഹനങ്ങളിൽ വരുന്ന ടൂറിസ്റ്റുകൾ രാത്രിയിൽ ഞങ്ങൾ തങ്ങുന്ന ഗ്രാമത്തിൽ തന്നെയാണ് ക്യാമ്പ് ചെയ്യുക. അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു പിരിഞ്ഞു. വാഹനത്തിലേക്ക് ചെന്നു കയറി. വീണ്ടും യാത്ര തുടരുമ്പോൾ അങ്ങകലെ മലഞ്ചെരുവിൽ വലിയൊരു ബോർഡ് കാണാം. കല്ലുകൊണ്ട് എഴുതിയ ബോർഡ്. ബാറ്റ് ഹിൽസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ജിബൂട്ടി മിലിറ്ററിയുടെ ഒരു ക്യാമ്പാണ് ബാറ്റ് ഹിൽസിലുള്ളത്. ക്യാമ്പ് മരിയാമ എന്നാണ് അതറിയപ്പെടുന്നത്. ജിബൂട്ടി മിലിറ്ററിയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പ്രധാന പരിശീലന കേന്ദ്രമാണത്. ജിബൂഷ്യൻ ആർമി മാത്രമല്ല, മറ്റു രാജ്യങ്ങളുടെ സൈനിക വിഭാഗങ്ങളും ഈ പ്രദേശങ്ങളിലേക്ക് പരിശീലനത്തിനെത്താറുണ്ട്. ഇതെല്ലാം ആർത്ത പ്രദേശങ്ങളാണ്. വരണ്ടുണങ്ങിക്കിടക്കുന്ന മരുഭൂമി. അതിനിടയിലും ചില വെയർഹൌസുകൾ കാണാം. എത്യോപ്യയിലേക്കുള്ള സാധനങ്ങൾ സംഭരിക്കുന്ന കേന്ദ്രങ്ങളാണ്. കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ. അവിടെയെല്ലാം മോസ്കുകളും കാണാം. കുടിവെള്ളക്ഷാമമാണ് ഈ ഗ്രാമങ്ങളെല്ലാം നേരിടുന്ന പ്രശ്നം. ആഴ്ചയിൽ 2 തവണ ഗവൺമെന്റ് ഇത്തരം ഗ്രാമങ്ങളിലേക്ക് ടാങ്കറിൽ വെള്ളമെത്തിക്കുന്നുണ്ട്. അതാവട്ടെ ആളുകളുടെ ഉപയോഗത്തിന് അപര്യാപ്തമാണ്. കാർ ഒരു ചെക്ക് പോയിന്റിനടുത്ത പ്രദേശത്തേക്ക് എത്തുകയാണ്. PK-51 എന്നാണ് ചെക്ക് പോയിന്റ് അറിയപ്പെടുന്നത്. പെറ്റിറ്റ് ബെറ എന്നാണ് ഈ സ്ഥലത്തിന് പേര്. പെറ്റിറ്റ് എന്നാൽ ചെറുത് എന്നർത്ഥം. ചെറിയ ബറ. ഗ്രാൻഡ് ബെറ എന്നറിയപ്പെടുന്ന വലിയൊരു പ്രദേശവും അടുത്തുണ്ട്. ജിബൂട്ടിയിൽ നിന്നും 51 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എത്തുന്ന സ്ഥലമാണ് PK-51. അവിടം കഴിയുന്നതോടുകൂടി ഗ്രാൻഡ് ബെറ എന്ന പ്രദേശത്തേക്ക് അടുക്കുകയായി. ഗ്രാൻഡ് ബെറ ഒരു പ്രത്യേക മരുഭൂമിയാണ്. 103 ചതുരശ്ര കിലോമീറ്ററാണ് ഗ്രാൻഡ് ബെറ പ്രദേശത്തിന്റെ വിസ്തൃതി. പൊടിക്കാറ്റടിക്കുന്ന തനി മരുഭൂപ്രദേശം. ആകെ ഇരുണ്ട അന്തരീക്ഷം. മരുഭൂമിയുടെ വന്യത ഇവിടെ അനുഭവിച്ചറിയാനാവുന്നുണ്ട്. ഈ പാതയിലൂടെ വളരെ സൂക്ഷിച്ചു വേണം ഡ്രൈവ് ചെയ്യാൻ. പൊടിക്കാറ്റിൽ വാഹനങ്ങൾ പോലും പലപ്പോഴും പരസ്പരം കാണാതാവും. പലയിടത്തും പൊടിക്കാറ്റ് ഉയരുന്നുണ്ട്. പെറ്റിറ്റ് ബെറയും ഗ്രാൻഡ് ബെറയുമെല്ലാം പണ്ട് ഒരു തടാകത്തിന്റെ അടിത്തട്ടായിരുന്നുവെന്നാണ് ഗവേഷക നിഗമനം. ഉണങ്ങി വരണ്ടുപോയ ആ തടാകം മരുഭൂമിയായി രൂപപ്പെടുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കുന്ന ചില മരങ്ങളും കുറ്റിച്ചെടികളുമൊക്കെ അങ്ങിങ്ങ് കാണാം. മേഘം മൂടിയ അന്തരീക്ഷവും ഉയരുന്ന പൊടിക്കാറ്റും മരങ്ങളുടെ നിഴൽ രൂപവുമെല്ലാം ചേർന്ന് ദൃശ്യത്തിന് നിഗൂഢമായ ഒരു ഭാവം നൽകുന്നു. 1980കളിലാണ് ഈ പാത നിലവിൽ വന്നത്. അതിനു മുൻപ് മരുഭൂമിയിലെ മൺവഴികളിലൂടെയായിരുന്നു എത്യോപ്യൻ അതിർത്തിയിലേക്ക് വാഹനങ്ങൾ നീങ്ങിയിരുന്നത്. മനുഷ്യജീവിതം ദുസ്സഹമാകുന്ന ഒരു പ്രദേശമാണ് ഇത്. ഫ്രഞ്ചുകാർ ജിബൂട്ടിയിലേക്കെത്തുന്ന കാലത്ത് ഗ്രാൻഡ് ബെറയിൽ ചില ഗ്രാമങ്ങളുണ്ടായിരുന്നു. സൊമാലി ഇസ ഗോത്രത്തിൽപ്പെട്ടവരുടെ ഗ്രാമങ്ങളായിരുന്നു അത്. അത്തരം ഗ്രാമങ്ങളിലെ ആളുകൾ ജിബൂട്ടി സിറ്റി വികസിച്ചതോടെ അതിന്റെ പ്രാന്തങ്ങളിലേക്ക് കുടിയേറിപ്പോവുകയാണ് ഉണ്ടായത്. ചില കായിക വിനോദങ്ങളുടെ കേന്ദ്രമാണ് ഗ്രാൻഡ് ബെറ. ഗ്രാൻഡ് ബെറ റൺ എന്നറിയപ്പെടുന്ന മാരത്തണാണ് അതിലൊന്ന്. 2500 ആളുകൾ വരെ ഗ്രാൻഡ് ബെറ റണ്ണിൽ പങ്കെടുക്കാറുണ്ട്. ഗ്രാൻഡ് ബെറ ഡെസേർട്ട് മാരത്തൺ എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ ഗ്രാൻഡ് ബെറ റൺ അറിയപ്പെടുന്നത്. ചില കാറോട്ട മത്സരങ്ങൾക്കും വേദിയാകാറുണ്ട് ഈ മരുഭൂമി. ചിലയിടത്തെത്തുമ്പോൾ മരുഭൂമിയിലെ മരീചിക കാണാം.
അങ്ങകലെ ഒരു തടാകമുള്ളതുപോലെ വെട്ടിത്തിളങ്ങുന്ന മായക്കാഴ്ച. ഈ പരിസരത്തെവിടെയും വെള്ളമില്ല. അങ്ങകലെ വരെ ട്രക്കുകളുടെ നീണ്ട നിര കാണാം. ഗ്രാൻബറയുടെ പ്രധാന ഭാഗത്തേക്കെത്തുമ്പോൾ ഇതാണ് കാഴ്ച. വിശാലമായ മണൽപ്പരപ്പ്. അതിൽ ട്രക്കുകൾ വിശ്രമിക്കുന്നു. ലോറിക്കാർക്ക് വേണ്ട ചില കടകളും മറ്റു സൗകര്യങ്ങളുമൊക്കെയുണ്ട്. ലഘുഭക്ഷണശാലകൾ, ട്രക്കുകളുടെ ടയർ പഞ്ചറൊട്ടിക്കുന്ന സ്ഥാപനങ്ങൾ, ചെറിയ റിപ്പയറിംഗ് യാർഡുകൾ എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഈ ഗ്രാമമൊക്കെ ഒരു മണൽക്കാറ്റിൽപ്പെട്ട് കാഴ്ചയിൽ നിന്ന് പെട്ടെന്ന് മറഞ്ഞു പോകുന്നത് സാധാരണമാണ്. വിചിത്രവും വന്യവുമായ ഒരു ഭൂഭാഗം. ഞാനൊഴികെ വാഹനത്തിലുള്ളവർ ഈ വഴിയിൽ പലതവണ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ ഞാൻ ഈ പ്രകൃതിയുടെ വന്യതയിലൂടെ ആഫ്രിക്കയുടെ പരുക്കൻ ഭൂഭാഗത്തുകൂടെയുള്ള യാത്ര ആസ്വദിക്കുകയാണ്. സഞ്ചാരം തുടരുകയാണ്.